നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരി തമ്പി. വ്രതശുദ്ധിയുടെ പരിപാവനമായ ഒരു മാസമാണ് റമളാൻ മാസം. അതിലൂടെയാണ് നമ്മൾ ഏവരും കടന്നു പോകുന്നത്. ജാതിയും മതവും വർഗവും ഒക്കെ മാറ്റിവെച്ച് നാനാ ചിന്തകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കി ഏകോദര സഹോദരങ്ങളെ പോലെ എല്ലാ ജാതിയിൽപ്പെട്ടവരും ഈ നോമ്പ് പിടിക്കാറുണ്ട്. ആ നോമ്പ് മാസക്കാലത്ത് ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഒരു വൈബിൻ്റെ പേരിൽ നമ്മൾ കണ്ടു കുറേ ആൾക്കാരുടെ ജീവിതചര്യകൾ. ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും ഒരേ മനസ്സോടുകൂടി ഈ നോമ്പെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലല്ല ഈ നോമ്പെടുക്കുന്നത്. എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ വ്രതശുദ്ധി പരിപാലിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഒരു ഭക്ഷണമോ ഒരു തുള്ളി വെള്ളമോ ഞങ്ങളാരും കുടിക്കാറില്ല. എന്ന് വെച്ചാൽ അത്രത്തോളം പരിപാവനമായ ഒരു സംഗതിയാണ് അവർ ചെയ്യുന്നത്. ഇതുപോലും മനസ്സിലാക്കാൻ ബോധമില്ലാതെ നിങ്ങൾ എന്തിൻ്റെ പേരിൽ, ഏത് വൈബിൻ്റെ പേരിലായാലും ഇത് കാട്ടിക്കൂട്ടുന്നത് ഒട്ടും ശരിയല്ല. ഒരു മനുഷ്യനെ വ്രണപ്പെടുത്താൻ നമുക്ക് എളുപ്പമാണ്. ഒരു സമൂഹത്തെ വ്രണപ്പെടുത്തിയാൽ അതൊരിക്കലും തുടച്ചു നീക്കാൻ നമുക്ക് പറ്റില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, സുബഹി മുതൽ അടുത്ത സായാഹ്നത്തിലെ ഒരു വാങ്ക് കേൾക്കുന്നിടം വരെ ജലപാനം ഇല്ലാതെ ഉമിനീരിറക്കാതെ ഓരോ വ്യക്തികളും ആ ശുദ്ധതയെ പരിപാലിപ്പിക്കുമ്പോൾ തറാവി നമസ്കാരത്തിൻ്റെ സമയം പോലും അറിയാതെ നിങ്ങൾ ഈ തുള്ളിച്ചാടിയത് ആർക്ക് വേണ്ടി, ആരെ കാണിക്കാൻ വേണ്ടി? ചിലപ്പോൾ അല്പ ധനത്തിൻ്റെ പേരിലാകാം, ഇല്ലെങ്കിൽ നിങ്ങൾ വസ്ത്രത്തിൻ്റെ പേരിലാകാം, അതുമല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ പേരിലാവാം. എന്തു തന്നെ ആയിക്കോട്ടെ, പരിശുദ്ധിയുടെ ഒരു മാസത്തിൽ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത് ഒട്ടും ശരിയല്ല. അതിന് ഈശ്വരൻ്റെ കോടതിയിൽ വിധിക്കുന്ന ശിക്ഷ നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. നമ്മൾ പ്രകൃതിയിൽ പല ദുരന്തങ്ങളും കണ്ടു. ഇതൊക്കെയും ഇതുപോലുള്ള ഓരോ സംഗതികൾ കഴിയുമ്പോൾ ജഗദീശ്വരനായി കൊടുക്കുന്ന ഓരോ ശിക്ഷയുടെ കാരണങ്ങളാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇത്തരം കോലങ്ങൾ നിങ്ങൾ ഒഴിവാക്കി ഒരു മതത്തെയും ഒരു ജനതയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോ മതത്തിനെയും അതിൻ്റേതായ അടിസ്ഥാന തത്വങ്ങളുണ്ട്. മനുഷ്യനെ കൊല്ലാനോ മനുഷ്യനെ ഹിംസിക്കാനോ ഒരാളെ മോശമായി പരാമർശിക്കാനോ ഒരാളെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കാനോ ഒരു മതവും പറയരുത്. പക്ഷേ നമ്മൾ പരിശുദ്ധത പരിപാലിച്ച് വൃശ്ചിക മാസമായാലും മറ്റുള്ള നോമ്പ് കാലങ്ങളായാലും ഏതായാൽ തന്നെയും അതിൻ്റെ പവിത്രത നമ്മൾ അറിയാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ഓരോരുത്തരും, ഈ ഞാൻ ഉൾപ്പെടെ, ഒരു മനുഷ്യനാവാൻ പറ്റൂ. ചിന്തിക്കുക, നിങ്ങൾ എന്താണ്, ഏത് വൈബിൻ്റെ പേരിലായാലും ഈ കാട്ടിക്കൂട്ടിയത് ശരിയാണോ? ആലോചിക്കൂ. ഒരു നിമിഷം നമ്മൾ മനസ്സിലാക്കൂ, നമ്മളെല്ലാം മനുഷ്യരാണ്. പവിത്രത എന്നും പവിത്രത തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ആചരിച്ചു പോന്നിരുന്ന ചില സംഹിതകൾ നമ്മൾക്കാർക്കും മാറ്റാൻ അവകാശമില്ല. ഓരോ വ്യക്തികളും ഈ കാട്ടിക്കൂട്ടിയത് ശരിയാണോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ ഈ മാസമായിട്ട് പോലും വന്നിരുന്ന് പുലഭ്യം പറയുകയും മറ്റുള്ളവരെ അനാവശ്യം പറയുന്ന സുഹൃത്തുക്കളോട് എനിക്കൊരു ചോദ്യം. നിങ്ങൾ ഒരു വിശ്വാസിയാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസിയായ ഒരാളെ അറിയാമോ? ഓരോ വ്യക്തിയുടെയും മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഉദിക്കുന്നതാണ് ഓരോ മതത്തിനോടുള്ള വിശ്വാസവും അതുപോലെ അനുകമ്പയും. നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കും വ്രതശുദ്ധി പരിപാലിക്കണം എന്ന് ഉൾക്കാഴ്ചയിൽ തോന്നിയാൽ അവിടെ മതമോ ജാതിയോ ആണോ പെണ്ണോ തടസ്സമായി മാറുകയില്ല. അതായത് നിങ്ങളൊരു വൈബ് എന്ന് പറയുമ്പോൾ ഒരാളെയും വ്രണപ്പെടുത്തിക്കൊണ്ട് ആകരുത്. ഇനിയെങ്കിലും ചിന്തിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുക. ഇത് ഓരോ വ്യക്തികൾക്കും, ഈ പറയുന്ന എനിക്കുൾപ്പെടെ ഇത് ബാധകമാണ്. അതുകൊണ്ട് എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കുക,
വെളുപ്പാങ്കാലം മുതൽ സായാഹ്നം വരെ ഒരു തുള്ളി ഉമിനീര് പോലും ഇറക്കാതെ അവനവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഒരു പകലന്തിയോളം ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതൊന്നും ഒരു ന്യായാധിപൻ്റെ മുമ്പിൽ ശരിയായ ഒരു പ്രവൃത്തിയല്ല. ആ ന്യായാധിപൻ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ചൈതന്യം ആയിരിക്കും. ചിന്തിക്കുക. നന്ദി, നമസ്കാരം.